നടത്തറ ഗ്രാമപഞ്ചായത്ത് മയക്കുമരുന്നിനെതിരെ റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കുട്ടയോട്ടം ഫുട്ബോൾ മത്സരം കൊഴുക്കുള്ളി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്നു. കുട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PR രജിത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, KV സജു, മെമ്പർ ER പ്രദീപ്, ബിന്ദു സുരേഷ്, ജിനിത സുഭാഷ്, ജിജ ജയൻ, ശാലിനി സുനിൽ, ഫുട്ബോൾ കോച്ചുമാർ റെഡ് സ്റ്റാർ അംഗങ്ങളായ അർജുൻ, അമൽ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നൂറുകണക്കിന് കുട്ടികൾ കുട്ടയോട്ടത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മന്ത്രി സമ്മാനദാനം നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കൂട്ടയോട്ടം വഴി കടന്നു വരുന്നത് നമുക്കൊത്തൊരുമിച്ചുകൊണ്ട് സ്നേഹിക്കാം ജീവിതത്തെ വെറുക്കാം ലഹരിയെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നത് നിങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ അഭിമാനപൂർവ്വം അണിയിച്ചൊരുക്കിയിട്ടുള്ള മയക്കുമരുന്നിനെതിരെയുള്ള റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കൂട്ടയോട്ടമാണ് ഇത്. നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ പ്രയാണം ആരംഭിച്ചുകൊണ്ട് കൊഴുക്കൊള്ളിയുടെ മാർത്തട്ടുകളെ പുളകമണിയിച്ചുകൊണ്ട് വളർത്തി വലുതാക്കുന്ന ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി ആവേശോജ്വലമായ ഫുട്ബോൾ മത്സരം അല്പസമയത്തിനകം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ സാമ്പത്തിക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും അത് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയോ പങ്കെടുത്ത് എന്റെ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി മികച്ച കൂടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നേരിട്ട് കഞ്ചാവ് രൂപത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ രൂപത്തിലോ പ്രത്യക്ഷപ്പെടാതെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മധുരമുള്ള മിഠായികളുടെ രൂപത്തിൽ സ്വാദുള്ള ഗുണങ്ങളെ പിടിച്ചെടുക്കുകയും അത് ശീലമാക്കി മാറ്റുകയും ചെയ്യുന്ന വിധത്തിലുള്ള മയക്കുമരുന്ന് രോഗികൾ ഓരോ ദിവസവും പിടിക്കപ്പെട്ട മയക്കുമരുന്നിന്റെ വ്യാപ്തിയെ കുറിച്ചും അതിന്റെ കരുതലിനെ കുറിച്ചുമുള്ള വാർത്തകൾ നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. മയക്കുമരുന്ന് കൊണ്ടുവന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധികേന്ദ്രങ്ങളെ തകർക്കുകയും ഒരു തലമുറയെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടത്തി ഒഴിക്കുകയും ചെയ്യുന്ന റാക്കറ്റ് അതിന്റെ ഏറ്റവും അടിയിലെത്തിയാൽ കണ്ണി പൊട്ടിക്കലാണ് മറ്റൊരു മാർഗവും. എന്തിനാണ് ഇവിടെ നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ ഒരു കൂട്ടയോട്ടമോ ഒരു ഫുട്ബോൾ ക്യാമ്പോ ഒരു പൊതുസമ്മേളനമോ നടന്നാൽ ഇരുന്നതല്ല മയക്കുമരുന്നിന്റെ സ്ഥിതിയാണ്. പക്ഷെ ആ മയക്കുമരുന്നിനെതിരായി കുട്ടികളുടെ തലച്ചോറ് മുതൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെ മയക്കുമരുന്നിന്റെ പ്രചരണങ്ങളും വിതരണങ്ങളും നടന്നാലും അത് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഇടമനസ്സുകൾ മുതൽ പ്രാപ്തരാക്കുകയും ബോധവന്മാരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു. ഒരു കാരണവശാലും ഈ മയക്കുമരുന്നിനെ നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മുടെ ചുറ്റും പ്രവേശിക്കാൻ അനുവദിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ കടന്നു വരുന്ന മയക്കുമരുന്ന് ആദ്യഘട്ടത്തിൽ നമ്മുടെ മകളെയോ നമ്മുടെ മകളെയോ പിടിച്ചുകൊണ്ടാക്കില്ല.
അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ വീടിന്റെ അകത്തളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്തിനെ എതിർക്കണം, അത്തരം ഒരു ലോബിയെ എതിർക്കാനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്ന ഭീതി നമുക്കിടയിൽ ഉണ്ടായാൽ നാളെ അത് നമ്മുടെ കുടുംബത്തേക്ക് വരും, നമ്മുടെ മക്കളെയും മാത്രം ബോധരഹിതമായിട്ടുള്ള ഒരു കാലത്തുള്ള പ്രതീകങ്ങളായി നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടാകരുത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം രാസലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മയക്കുമരുന്ന് ലോബിയെ പിടികൂടാൻ വേണ്ടി വളരെ ശ്രമകരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് പോലീസ് പറയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ മൂർച്ചയുടെ കണ്ണുകളും ശക്തിയുള്ള കാതുകളുമായി എടുക്കുന്നവരാണ്. ഓരോ ഇടവും മയക്കുമരുന്ന് വിമുക്തമാക്കും. മയക്കുമരുന്ന് ലോബിക്കൂടി വിധത്തിനും പാൽക്കുത്താൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ അത് വളരണം. ഭാരത ഗ്രാമപഞ്ചായത്തിന്റെ ഈ നീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കൂടി സൗമനസ്യത്തോടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണിത്. ഇവിടെ നന്നായി ഒരു മാസക്കാലത്തോളം പ്രതിയുടെ മയക്കുമരുന്നിന്റെ അതിപ്രസരത്തിൽ നിന്ന് നാടിനെ സംരക്ഷിക്കും. മത്സരങ്ങളിൽ വിജയിച്ച 12 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ ജയിച്ചത് പതിനഞ്ച് വയസ്സിന് 10 വയസ്സിന് താഴെയുള്ള ആളുകളിൽ 2ാം സ്ഥാനം ലഭിച്ചത് അമ്പാടിയുടെ ടീമിനാണ്. അവര് 12 വയസ്സിന് താഴെയുള്ള ഇതിൽ ബാക്കിയുള്ള എല്ലാ